ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മോമോസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഏഞ്ചലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലിന് പകരം നമുക്ക് നോർമൽ വെള്ളമായാലും ചേർക്കാം. ചൂടുവെള്ളമൊന്നുമല്ല, സാധാ വെള്ളം കേട്ടോ. ഇതിപ്പോൾ സാധാ പാലാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നമ്മുടെ ചപ്പാത്തിയെ കാട്ടി കുറച്ചുകൂടെ ലൂസായ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കുഴച്ച് വയ്ക്കാം. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, കുറച്ച് 5-6 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. പച്ച ചുവയൊക്കെ ഉള്ളിയുടെ ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് ക്യാബേജും ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ചതാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾ നമുക്കിതിൽ ബീൻസ്, കോളിഫ്ലവർ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ക്യാപ്സിക്കം ഇല്ലെങ്കിലും പ്രശ്നമില്ല. അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപാട് എരിവ് വേണ്ട ഇതിന്. ഇനി കുറച്ച് എരിവ് കുറവ് മതിയെങ്കിൽ ഇത് അളവ് കുറച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിതിലേക്ക് ചിക്കൻ ചേർക്കുവാണ്. ചിക്കൻ 200 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്തതാണ്. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം തണുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതാണ് കേട്ടോ. അല്ലാതെ ചെറുതായിട്ട് നമ്മളൊന്ന് ഇടിച്ചെടുത്താലും മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ച മാവിൽ നിന്ന് പകുതി എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. വലിയ ചപ്പാത്തിയുടെ കണക്ക് പരത്തിയിട്ട് നമുക്കിതിൽ നിന്ന് ഏതെങ്കിലും ഒരു റൗണ്ട് ഷേപ്പുള്ള പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒറിഗാനോ പൗഡർ കൂടെ ഇടുന്നുണ്ട്. അത് പരത്തിയതിന് ശേഷമാണ് ഇട്ടത്. നേരത്തെ ഇടേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഏഞ്ചലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്ന് 4 എണ്ണം കട്ട് ചെയ്ത് അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒരെണ്ണം വീതം എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂണോളം ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് നമുക്കിത് 2 സൈഡും മടക്കി കൊടുക്കാം. ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അത് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഷേപ്പൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. ഒരു നോർമൽ, ഒരുപാട് വലിപ്പമില്ല, മീഡിയം സൈസ് അളവാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മൾ അപ്പച്ചമ്പണ്ട്, നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ അതിൽ വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് മുകളിലത്തെ തട്ടിൽ എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് വെച്ചെടുക്കുന്നത്. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൽ കണക്ക് റൗണ്ട് ഷേപ്പിലും ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു 23 എണ്ണം 2 കപ്പ് അളവിൽ മീഡിയം സൈസ് മോമോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിത് ഇഡ്ഡലി പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുത്തതാണ് മോമോസ്. ചൂടൊക്കെ കുറച്ച് മാറി, കുറച്ച് സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഡിന്നറിനായാലും നമുക്ക് കഴിക്കാൻ. ചിക്കനും വെജിറ്റബിളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഹെൽത്തി ഫുഡാണ്. ആവി വേവിച്ചെടുത്തതാണല്ലോ. നമ്മൾ കടകളിൽ ചെന്നൊക്കെ മേടിക്കുമ്പോൾ വലിയ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.